തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. തിരൂരിൽ നിന്നും ട്രെയിൻ കയറി നേരെ കണ്ണൂരിലേക്കാണ് പോകുന്നത്. കോഴിക്കോടൊക്കെ എത്താൻ നേരത്ത്, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ നേരത്ത് ട്രെയിനിൻ്റെ ഇതുപോലെയൊക്കെയുള്ള ചില കലാകാരന്മാരുടെ പാട്ടുകളൊക്കെ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. കണ്ണൂരിൽ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ച് നേരെ പോകുന്നത് അറക്കൽ മ്യൂസിയത്തിലേക്കാണ്. 20 രൂപയാണ് മ്യൂസിയത്തിനകത്തേക്ക് കയറുന്നതിനുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ 30 രൂപയും കൂടി കൊടുക്കണം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് അറക്കൽ രാജവംശത്തിന്റെ വംശാവലിയും ഇതുവരെയുള്ള ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം രാജവംശമാണ് അറക്കൽ രാജവംശം. മരുമകത്തായ സമ്പ്രദായമാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അതായത് ഇനി അവിടെ അധികാരി ഒരു സ്ത്രീ ആണെങ്കിൽ അറക്കൽ ബീവി എന്ന പേരിലും, ഇനി പുരുഷനാണ് അധികാരി എങ്കിൽ ആലി രാജ എന്ന പേരിലുമായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കണ്ണൂരിലെ ആയിക്കര എന്ന് പറയുന്ന തീരദേശ മേഖലയിലാണ് ചരിത്ര സ്മാരകം നിലകൊള്ളുന്നത്. മ്യൂസിയത്തിൽ നിന്നും പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊട്ടാരത്തിന്റെ മറ്റു ഭാഗങ്ങളും മസ്ജിദും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അറക്കൽ കൊട്ടാരം പൂർണ്ണമായിട്ടും അറക്കൽ മ്യൂസിയത്തിന്റെ ഭാഗമല്ല. കൊട്ടാരത്തിന്റെ പ്രധാന ഭാഗമായിരുന്ന ദർബാർ ഹാൾ ഉണ്ടായിരുന്ന കെട്ടിടമാണ് സർക്കാർ പിന്നീട് മ്യൂസിയം ആക്കിയത്. അറക്കൽ കൊട്ടാരത്തിന്റെ ചരിത്രത്തിൽ ഈ ദർബാർ ഹാളിന് വലിയ പ്രാധാന്യമാണുള്ളത്. രാജകുടുംബത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നും വിശിഷ്ട വ്യക്തികളും അതിഥികളും ഒക്കെ എത്തുന്ന സമയത്ത് അവരെ സ്വീകരിച്ചിരുന്നതൊക്കെ ഈ ദർബാർ ഹാളിൽ വെച്ചിട്ടായിരുന്നു. ദർബാർ ഹാളിന് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആയിക്കര കടപ്പുറവും കാണാൻ സാധിക്കും. ഖുറാൻ കയ്യെഴുത്തു പ്രതികൾ, വൈവിധ്യമാർന്ന പത്തായങ്ങളും ഫർണിച്ചറുകളും, ആദ്യകാല ടെലിഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ, വാളുകൾ, വിവിധ യുദ്ധോപകരണങ്ങളും, സ്ഫടികത്തിലും ലോഹത്തിലുമുള്ള പാത്രങ്ങൾ തുടങ്ങി ഒട്ടനവധി പൈതൃക സ്വത്തുകൾ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. മ്യൂസിയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇനി മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം.